ഓക്കെ, നമുക്ക് ഇന്നത്തെ സൂമിലേക്ക് കിടക്കാം. എന്തായാലും ഇന്ന് ഒരു പുതിയ തുടക്കം തന്നെയാണ്. എല്ലാവർക്കും, എല്ലാ ലീഡേഴ്സിനും ഒരു ശുഭദിനാശംസ നേരാണ്. ഇന്ന് ഒരു പുതിയ തുടക്കം കൂടിയാണ്. നമുക്ക് എന്താ പറയാ, നവരാത്രി ആരംഭമാണെന്ന്. അപ്പൊ ഒരു പുതിയ ആൾക്കാർക്ക് ഒരു പുതിയ കാൽവയ്പിലേക്കും പഴയ ആൾക്കാർക്ക് പുതിയ പുതിയ ബിസിനസ് എടുക്കാനും എല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. നവരാത്രി ആരംഭമായതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു എന്താ പറയാ വിശ്വാസം അനുസരിച്ച് ഇന്ന് ഒരു ശൈലപുത്രി ഭാവത്തിലാണ് നമുക്ക് ദേവി ഇന്ന് ഉണ്ടാവുക. കാരണം ത്രിമൂർത്തികളുടെ എല്ലാം ശക്തി ഒരുമിച്ച് കിട്ടിയിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പോ നമ്മൾ എന്താവശ്യപ്പെട്ടാലും ദേവി തരും തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ഇതൊക്കെയാണ് ഈ മാസം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാം നമ്മുടെ ബയോട്ടോറിയം എല്ലാം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ദേവിയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ എല്ലാവർക്കും നമുക്ക് ഒന്ന് നിമിഷം പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖദിനം നേരെയാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള കാൽവെപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് എന്താണ് ബയോട്ടോറിയം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വിഷയം എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്നതും ആണ്. എങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ ആളായിട്ട്, പുതിയ തുടക്കമായിട്ട് ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മനസ്സോടെ ഇരുന്ന് എല്ലാവരും കേൾക്കുക. ഒരു പ്രൊഫഷണൽ സൂമാണെന്ന് ഇതില് ജയ്മാൻ സാർ പറഞ്ഞു. അതുപോലെ അതിന്റെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്തുകൊണ്ട് മറ്റെല്ലാം ഇത് മാറ്റിവെച്ച് ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നവരെ എല്ലാവരും ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തത് കേൾക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള കുമ്പളങ്ങിയിൽ നിന്നും നല്ല അതിശക്തമായി നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിനും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ലീഡറാണ് അഭിലാഷ് സാറ്. കൂടുതൽ ഞാൻ സാറിനെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തന്നെ പരിചിതരായിട്ടുള്ള സാറാണ്. അതുകൊണ്ട് തന്നെ സാറിന് എത്രയും പെട്ടെന്ന് നമുക്ക് ആ വാക്കുകൾ കേൾക്കാം എന്നാണ്. പുതിയതായിട്ട് ഈ ബയോട്ടോറിയം പുതിയ ആൾക്കാർക്ക് കേൾക്കാനും എല്ലാം ആദ്യാക്ഷരം കൊടുക്കുന്ന ഒരു കുട്ടിയുടെ ഒരു അനുഭവത്തോട് ഇരുന്ന് ശ്രദ്ധിക്കുക സാറിന്റെ വാക്കുകൾ. വെൽക്കം അഭിലാഷ് സാർ. മാഡം, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സൂചിപ്പിച്ച പേര് അഭിലാഷ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിലാണ് താമസിക്കുന്നത്. ബയോട്ടോറിയം ബിസിനസ് കഴിഞ്ഞൊരു 2.25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നവംബർ മാസം ആവുമ്പോഴേക്കും ഈ ബിസിനസ്സിൽ 3 വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയതാണ്. ഏകദേശം ഒരു 40 ലക്ഷം രൂപയിലേക്ക് അടക്കുന്ന ഒരു വരുമാനത്തിലേക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ വേണ്ടി കഴിഞ്ഞു. ഞാനും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സുധീർ നെത്തൂരി, ഞങ്ങൾ രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പിലാണ് ഈ ബിസിനസ്സുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഡിയബിൾ അല്ലേ? കേൾക്കാൻ. അപ്പൊ എനിവേ, എന്റെ ബയോട്ടോറിയത്തിൽ വന്ന ഒരു സമയം തുടങ്ങി ഈ സമയം വരെ ഉള്ള അച്ചീവ്മെന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുപാട് തടസ്സങ്ങൾ തുടക്ക സമയത്ത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബിസിനസ് ഏറ്റെടുത്ത തയ്യാറെടുപ്പായിരുന്നു. എനിവേ അത് പിന്നീട് ആക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഞാൻ ലാപ്ടോപ്പില് എടുത്തു വെച്ചിട്ട് ലാപ്ടോപ്പ് വേറെ സ്ഥലത്തായിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വിട്ടു. എനിവേ, നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൈ ഈ ബയോട്ടോറിയം എന്നുള്ളതാണ്. എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ എന്തിനാണ് ഈ ബിസിനസ് എന്നുള്ള ചോദ്യത്തിന് പല ആളുകൾക്കും പല ഉത്തരങ്ങളാണുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കമന്റ് ആയിട്ട് ഒന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തിനാണ് ബയോട്ടോറിയം എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു
നമ്മുടെ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഒന്ന് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ രീതികളിലാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത്. നമുക്ക് എല്ലാവർക്കും പല രീതിയിലാണ് ഈ ബിസിനസ്സിനെ കാണുന്നത്. എന്തിനാണ് ഈ ബിസിനസ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തിനാണ് ഈ ബിസിനസ് എന്നുള്ളത്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ജയ്മോൻ സാർ പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തും വെൽത്തിനും വേണ്ടിയിട്ടാണ് മനോജ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു ചാൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആരോഗ്യവും സാമ്പത്തികവും മെച്ചപ്പെടുത്തുവാനാണ്, പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ് നൈന മാഡം. ഹെൽത്ത് വെൽത്ത് ഫസ്റ്റ് ഫുഡ് ഹെൽത്ത് I feel so grateful for our everything and health. Healthും വെൽത്തും ഇൻകം. യെസ്, മാഡം. ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തും വെൽത്തും പ്രോസ്പെറിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തും വെൽത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് സംഗതി എന്ന് പറഞ്ഞാല് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാല് ഹെൽത്തും വെൽത്തും എന്നൊക്കെ തന്നെയാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കൊരു പർപ്പസ് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ വ്യക്തികൾക്കും ഓരോ പർപ്പസ് ആണ്, അല്ലെ? ഇപ്പൊ ഷാജി സാറിന് ഒരു പർപ്പസ് ആയിരിക്കും, സരിത മാഡത്തിന് മറ്റൊരു പർപ്പസ് ആയിരിക്കും, ഇതിനകത്ത് നൈന മാഡം ഉണ്ട്, നൈന മാഡത്തിന് മറ്റൊരു പർപ്പസ് ആണ്, ഭാസ്കരൻ സാറിന് വേറൊരു പർപ്പസ് ആയിരിക്കും. ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ആളുകളുടെ പേരാണ് കേട്ടോ പറയുന്നത്. ഇന്ദിരാ മാഡത്തിന് വേറൊരു പർപ്പസ് ആയിരിക്കും. നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഓരോ രാജു സാറുണ്ട്, അതുപോലെ ഷമീർ സാറുണ്ട്, ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഇതിനകത്ത് സ്ഥിരമായി നമുക്ക് കാണാം. മനോജ് സാറ്, നമ്മുടെ നാരായൺ സാറ്, ചക്കോ സാറ്, നമ്മുടെ എല്ലാം സലീമിക്ക, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പർപ്പസ് എന്താണുള്ളത്? വ്യത്യസ്തമായ പർപ്പസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. എന്റെ പർപ്പസ് അല്ല നിങ്ങളുടെ ഓരോരുത്തരും. അങ്ങനെ നമ്മുടെ ഓരോ മനുഷ്യരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത്. ഹെൽത്ത് ഭാസ്കരൻ സാറ് ഇതിലൊക്കെ നമ്മൾ ഈ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ഇതൊക്കെ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് ഇതിൽ സ്ക്രീനിൽ ടച്ച് ചെയ്ത് ടൈപ്പ് ചെയ്യുക. എല്ലാവർക്കും ചില ആളുകൾക്ക് പറയണമെന്നുണ്ട്, അത് ഈ മൈക്ക് ഓഫ് ആയതുകൊണ്ട് ചില ആളുകൾക്ക് പറയാൻ പറ്റാത്തതാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഇതിനകത്ത് കുറെ പരിമിതികളുണ്ട്. നമ്മളൊരു ഫിസിക്കൽ മീറ്റിങ്ങുകളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പല ആളുകളും ചർച്ച ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. ചില ആളുകളുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമുക്ക് ഇത്തരം പർപ്പസുകൾ ആണ് നമ്മളെ ഈ ബിസിനസ്സിലേക്ക് മുന്നിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡൗട്ടുകളും ഒരുപാട് സംശയങ്ങളും ഒക്കെ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഉണ്ടാവാം, അല്ലെ? ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കുറെ സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്, അല്ലെ? എല്ലാവർക്കും ഈ ബിസിനസ് ചെയ്തു പോകുമ്പോ എന്തിന് ഞാൻ ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരുപാട് സംശയങ്ങൾ വെച്ചിട്ടാണ് പല ആളുകളും ഈ ബിസിനസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം സംശയങ്ങളിൽ തട്ടി നമ്മൾ വീണു പോവാറുണ്ട് എന്നുള്ളതാണ്. ഈ സംശയങ്ങളാണ് നമ്മുടെ ബ്രേക്ക്, നമ്മുടെ ഒരു ആക്സിലേറ്റർ കാല് മാറ്റിയിട്ട് നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നത്. ഇത്തരം സംശയങ്ങളിലൂടെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോഴാണ്. ആ സംശയങ്ങളെ പാടെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും
നമ്മുടെ സംശയിച്ച് ഈ ബിസിനസ് ചെയ്യാതിരിക്കുക. ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഉത്തമമായ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ സീരിയസ് ആയിട്ടല്ല ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഈ ബിസിനസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ വിശ്വസിച്ചു വരുന്ന ആളുകൾ സീരിയസ് ആവുകയുള്ളൂ. നമ്മൾ സീരിയസ് അല്ലാത്ത പക്ഷം നമ്മുടെ കൂടെ വരുന്ന ആരും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബിസിനസ് നമ്മളെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൗട്ട് ആയിട്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും കോംപ്ലിക്കേഷൻ ആക്കുന്നത് ഇതിന്റെ ഈ ബിസിനസ് മുന്നേ ചെയ്തു പോയ ആളുകൾ ഈ ബിസിനസ്സിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായി ഏറ്റവും രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ ഇതിനെ ഭയങ്കരമായ രീതിയിലേക്ക് ഒരു കോംപ്ലിക്കേഷൻ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബിസിനസ്സിനെ സാധാരണക്കാരിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ബിസിനസ് അത്രയും സിമ്പിൾ ആണ്. സലിമിക്കയെ പോലെ ഗീത ചേച്ചിയെ പോലെ ഇതിൽ മുന്നേ ഒരു എക്സ്പീരിയൻസും വേണ്ട എന്നുള്ളതാണ്. ഈ ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സ്പീരിയൻസും വേണ്ട. ഈ ബിസിനസ്സിനെ കോംപ്ലിക്കേഷൻ ആക്കാതിരുന്നാൽ മാത്രം മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടി. ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഏതൊരു മനുഷ്യനും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, അത് ഈ ബിസിനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ആരും നമ്മുടെ വിദ്യാഭ്യാസം ചോദിച്ചിട്ടില്ല, നമ്മളോട് ആരും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ചെന്നാൽ അവിടെ എല്ലായിടത്തും നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കും, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കും, മറ്റു പല കാര്യങ്ങളും ചോദിക്കും. ഒരു LIC ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ LIC ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റുകൾ പരിശോധിക്കും. നിങ്ങൾക്ക് ഒരു 500 പേരുടെ ലിസ്റ്റ് വേണം. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു 100 വ്യക്തികളെ ആദ്യമേ തന്നെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയകൾ പല ബിസിനസ്സിലും പല ജോലിക്കും അവിടെ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിയോട് പോലും ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, ഇതൊന്നും ചോദിച്ചിട്ടില്ല. ആകെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഈ ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്തു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസവും ഇത് ചെയ്ത് പഠിക്കേണ്ട ബിസിനസ്സാണ്, പഠിച്ചിട്ട് ചെയ്യേണ്ട ബിസിനസ് അല്ല. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ചെയ്താണ് ഈ ബിസിനസ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. ഈ മിസ്റ്റേക്കുകളെയൊക്കെ കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ ലീഡറായി മാറുന്നത്, യഥാർത്ഥ ഒരു വ്യക്തിയായി ഈ ബിസിനസ്സിൽ സക്സസ് ആകുന്ന ഒരു വ്യക്തിയുടെ ഒരു പാതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും പല ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാറുണ്ട്. ഇത്തരം മിസ്റ്റേക്കുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് പ്രധാനപ്പെട്ട നമ്മുടെ ട്രെയിനിങ് സിസ്റ്റംസ്. നമുക്ക് ഡെയിലി ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ബിസിനസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ഈ 6 AM ക്ലബിൽ നമ്മുടെ വ്യക്തികൾ. നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഏകദേശം രാവിലെ തന്നെ 129 വ്യക്തികളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, നിങ്ങളുടെ കൂടെ പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ള എത്ര വ്യക്തികൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ ഈ പ്രോഗ്രാമിലേക്ക് കയറുമ്പോൾ ചിലപ്പോ നമ്മൾ ഒറ്റക്കായിരിക്കും കയറിയിട്ടുണ്ടാവണം. സ്വാഭാവികമായിട്ട് നമ്മൾ ചിലപ്പോൾ ആളുകളോട് പറയുമ്പോൾ അവര് കയറിയിട്ടുണ്ടാവില്ല. ഇതിന്റെ ഒരു പരിശോധന നിങ്ങൾ നടത്തിയാൽ വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് ഈ ബിസിനസ് എന്നുള്ളത്. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തിൽ 3 വർഷം കഷ്ടപ്പെട്ടാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം, അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക്
നേടിയെടുക്കാൻ, ജീവിതത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന ആ ഒരു സമയത്ത്, അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. അത് തിരിച്ചറിയാത്ത ആളുകൾ ഒരാളും ഈ ബിസിനസ്സിൽ ഈ രാവിലെ 6 മണിക്ക് കഷ്ടപ്പെട്ട് ഈ ഒരു സൂമിന്റെ ഭാഗമായിട്ട് കയറിയിരിക്കില്ല. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആക്ഷൻ പാർട്ട് നമ്മൾ കൃത്യമാക്കുക. ഈ ബിസിനസ്സിന് ഓരോ നിമിഷവും, ഒരു ദിവസം, ഞാൻ പറയാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഞാൻ എത്ര മണിക്കൂർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. 365 ദിവസം നിങ്ങളുടെ മുന്നിൽ ഒരു വർഷം 365 ദിവസം കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഒരു മിനിമം ഒരു 8 മണിക്കൂർ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. പോട്ടെ, ഞാൻ പറയുന്നത് ഒരു 2 മണിക്കൂർ സമയം, ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് അച്ചീവ്മെന്റുകൾ നിങ്ങളുടെ മുന്നിലെത്തും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ 45,000 രൂപ ഒരു ദിവസം വരുമാനം മേടിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കൊരു അത്ഭുതമാണ്. ഞാൻ ഒരു അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു ലീഡർ കൂടിയാണ്. അദ്ദേഹത്തിന് നമ്മൾ പല പരിമിതികളും പറയാറുണ്ട്. ചില ആളുകൾ, അയ്യോ എനിക്ക് സ്കൂട്ടർ ഇല്ല സാർ, ഞാൻ എങ്ങനെ പോകും, അവരെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ പോകും? ചില ആളുകൾ, എനിക്ക് കാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരാളെ പോയി കാണണം, നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ പിടിച്ചിട്ട് പോകണ്ടേ, എങ്ങനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും എനിക്ക് അതില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ പറയും. മനോജ് സാറിന് എന്തുണ്ടായിട്ടാണ് തുടക്കത്തിൽ ഈ ബിസിനസ്? ഇന്ന് അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ തുടക്ക സമയത്ത് എന്തുണ്ടായിട്ടാണ്? ഒരു ഡ്രൈവിംഗ് അറിയില്ല, അദ്ദേഹത്തിന് ഒരു 2 വീലർ ഓടിക്കാൻ അറിയില്ല, ഒരു കാർ ഓടിക്കാൻ അറിയില്ല. അദ്ദേഹം യാത്ര ചെയ്തത് ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ബിസിനസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ ബിസിനസ് കേരളത്തിൽ കെട്ടിപ്പടുക്കിയതെങ്കിൽ ആ ഒരു കെട്ടിപ്പടുക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം അനുഭവിച്ച സ്ട്രഗിളുകളുണ്ട്. ആ സ്ട്രഗിളുകളൊന്നും അനുഭവിക്കാത്ത ആളുകളാണ് ഈ കൂട്ടത്തിരിക്കുന്നത്. അങ്ങനെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ പരിമിതികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇതിൽ അച്ചീവ്മെന്റ് എടുത്തിട്ടുള്ള ആളുകളെ നമുക്ക് ചിന്തിക്കാം. അവർ വന്ന വഴിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അവർ ഈ രീതിയിലേക്ക് വന്ന ആളുകളാണ് ഇന്ന് ഈ അച്ചീവ്മെന്റുകളിലേക്ക് നിൽക്കുന്നത്. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറും ഇന്നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറും അടുത്ത 1 CR എത്താൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മുടെ കോഴിക്കോട് നമ്മുടെ ഷാജി സാറിനെ നോക്കിയാലും നമ്മുടെ ബെന്നി സാറിനെ നോക്കിയാലും ഒരുപാട് ലീഡേഴ്സ് അടുത്ത 1 CR എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണം പറയാനായിട്ട് നിരവധി ലീഡേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന് ഒരു 2 വീലർ ഓടിക്കാൻ അറിയില്ല, ഒരു കാർ ഓടിക്കാൻ അറിയില്ല. അദ്ദേഹം യാത്ര ചെയ്തത് ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ബിസിനസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ ബിസിനസ് കേരളത്തിൽ കെട്ടിപ്പടുക്കിയതെങ്കിൽ ആ ഒരു കെട്ടിപ്പടുക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം അനുഭവിച്ച സ്ട്രഗിളുകളുണ്ട്. ആ സ്ട്രഗിളുകളൊന്നും അനുഭവിക്കാത്ത ആളുകളാണ് ഈ കൂട്ടത്തിരിക്കുന്നത്. അങ്ങനെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ പരിമിതികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇതിൽ അച്ചീവ്മെന്റ് എടുത്തിട്ടുള്ള ആളുകളെ നമുക്ക് ചിന്തിക്കാം. അവർ വന്ന വഴിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അവർ ഈ രീതിയിലേക്ക് വന്ന ആളുകളാണ് ഇന്ന് ഈ അച്ചീവ്മെന്റുകളിലേക്ക് നിൽക്കുന്നത്. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറും ഇന്നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറും അടുത്ത 1 CR എത്താൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മുടെ കോഴിക്കോട് നമ്മുടെ ഷാജി സാറിനെ നോക്കിയാലും നമ്മുടെ ബെന്നി സാറിനെ നോക്കിയാലും ഒരുപാട് ലീഡേഴ്സ് അടുത്ത 1 CR എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണം പറയാനായിട്ട് നിരവധി ലീഡേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം എടുത്ത എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എടുക്കാൻ വേണ്ടി തയ്യാറായാൽ, എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ റിസ്ക് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച്, നമുക്ക് ഒരു റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ്. പല ആളുകളും ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചി ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജോലിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ചേച്ചി ഒരു ദിവസം 600 രൂപ ഇട്ടു. അതൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ എമൗണ്ട് ആയിട്ടാണ് ഇന്ന് ആദ്യ സമയത്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അത് ഒരു കച്ചിത്തുരുമ്പാണ്. അല്ലെങ്കിൽ എനിക്കൊരു മാസം ഇത്ര രൂപ വേണം, അത് എനിക്ക് സ്ഥിരമായി കിട്ടുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളാണ്. എങ്കിൽ ഇന്നിപ്പോ ആ വരുമാനത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ചെറിയ വരുമാനമായിട്ട് അത് ബോധ്യപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബയോടൂറിയത്തിൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു റിസ്ക് ഓരോരുത്തരും എടുക്കാൻ തയ്യാറായാൽ നമുക്ക് ജോലി ഉണ്ടാവാം, നമുക്ക് വരുമാനം ഉണ്ടാവാം. ആ വരുമാനം ഒക്കെ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അവിടെ തന്നെ ഒരു 2 മണിക്കൂർ സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ തയ്യാറായാൽ, ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വർക്കിംഗ് അവർ കൂടും. മറ്റുള്ളവരുടെ പ്രവൃത്തി സമയം നമ്മുടെ പ്രവൃത്തി സമയമാക്കി മാറ്റാനായിട്ട് ഈ ബിസിനസ്സിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. മറ്റുള്ളവന്റെ കഴിവുകൾ ഈ ബിസിനസ്സിലൂടെ നമുക്ക്
മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. മറ്റുള്ളവന്റെ അറിവുകൾ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. എന്റെ കൂടെ നിരവധി വ്യക്തികൾ, ഡോക്ടേഴ്സ് അടക്കമുള്ള നിരവധി വ്യക്തികൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ, എന്നെക്കാൾ കഴിവുള്ള നൂറുകണക്കിന് ആളുകളാണ് ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്കും അവരുടെ പ്രവൃത്തി സമയം കൂടി കിട്ടാറുണ്ട്. ഈ ബിസിനസ്സിൽ ബയോട്ടോറിയം ബിസിനസ് എന്തിനു നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവന്റെ കഴിവും നമ്മുടെ കഴിവാക്കി മാറ്റാനായിട്ടും, മറ്റുള്ളവന്റെ സമയവും നമ്മുടെ സമയമാക്കി മാറ്റാനായിട്ടും, മറ്റുള്ളവന്റെ സ്വപ്നം നമ്മുടെ സ്വപ്നമാക്കി മാറ്റി നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പല ആളുകളും അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഫീൽഡിൽ വർക്ക് ചെയ്യും. ആ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവനെ സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമ്മുടെ ഈ ബിസിനസ്സിലുണ്ട്. നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. കാരണം നമ്മുടെ കൂടെ വരുന്ന ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ചില ആളുകളുടെ സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും. ചില ആളുകളുടെ സ്വപ്നങ്ങൾ അത്രയ്ക്ക് വലിയ സ്വപ്നങ്ങളാണ്. നമ്മൾ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ കൂടെ വന്നിട്ടുള്ള ചില ആളുകൾ പറയുന്ന അവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കാറിന്റെയും അവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെയും ഒക്കെ വലിപ്പവും അതിന്റെയൊക്കെ എമൗണ്ടും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും. അത്രയ്ക്ക് കപ്പാസിറ്റിയുള്ള ആളുകൾ നമ്മുടെ കൂടെ വരും. അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം, ബയോട്ടോറിയം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അത്രയും മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞാനും നിങ്ങളും അറിയാതെയോ വന്നിട്ടുള്ളത്. അപ്പോ നമ്മുടെ കൂടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അവരെ നമുക്ക് ഒരു എപ്പോഴും നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലമാണ് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. നമുക്കൊരു പ്രയാസകരമായ കാര്യമാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവന്റെ കുറ്റവും കുറവുകളൊക്കെ മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ, നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ അവന്റെ കുറവുകളോടുകൂടി ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലെ, കുറവുകൾ ഉണ്ടാവും, പല ആളുകൾക്കും കുറവുകൾ. ആ കുറവുകളോടുകൂടി ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മാറുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മാറുമ്പോഴാണ് നമ്മുടെ പാർട്ണറായിട്ട് വരുന്ന ആളുകൾ നമ്മളെ വിശ്വസിക്കാനായിട്ടും നമ്മുടെ കൂടെ നിൽക്കാനായിട്ടും ചങ്കുപറിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അവരെ സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോഴും അവരുടെ ആകുലതകൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നമായിട്ട് അതിനെ എടുക്കാൻ തയ്യാറായാൽ മാത്രം മതി. അല്ലെ, നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ചിലപ്പോൾ അവരുടെ വീട്ടിലെ കഷ്ടപ്പാട് പറയും, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയും. ഇത് നമ്മുടെയും കൂടി പ്രശ്നമാണെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തിൽ ഒരു ലീഡറായി നിങ്ങൾക്ക് എപ്പം മാറാൻ വേണ്ടി കഴിയുന്നു, അന്ന് തുടങ്ങി നിങ്ങളുടെ സക്സസ് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ബയോട്ടോറിയത്തെ സംബന്ധിച്ച് എടുത്തു നോക്കുമ്പോൾ ഒരുപാട് അച്ചീവേഴ്സിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ഒരു 365 ദിവസവും കൂടി കഴിയുമ്പോൾ നൂറുകണക്കിന് 1 CR അച്ചീവേഴ്സ് നമ്മൾ ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. അതിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പല ആളുകൾക്ക് മറ്റുള്ളവർക്ക് വരുമാനം കിട്ടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ സൂമിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് വരുമാനം എത്തുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷമാകുന്നത്, നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ വരുമാനം കിട്ടി എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷിക്കാം, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. മറിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഹാപ്പിയായി മാറുന്നത്. അങ്ങനെ വരുമാനം എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇന്ന് തുടങ്ങി നടക്കുക. നമ്മൾ വിചാരിച്ചപ്പോൾ ഞാൻ എന്റെ ആദ്യ മാസം ബയോട്ടോറിയത്തിൽ എൻട്രി ചെയ്ത ആദ്യ മാസം ഞാൻ തീരുമാനിച്ചത് എന്റെ ഈ ഒരു മാസത്തെ വരുമാനം 1 ലക്ഷം രൂപ ആക്കണമെന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സെൽഫ് ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ആക്കണമെന്ന് അന്നത്തെ 30 days ഇൻകം ഞാൻ എന്നും എടുത്തു വെച്ചിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് മേടിച്ചിട്ടാണ്. അന്ന് 5000 രൂപയാണ് ഫാമിലി ബോണസ് കിട്ടുന്നതെങ്കിൽ ഇന്ന് 6820 രൂപ നമുക്ക് കിട്ടും. അപ്പൊ 5020 രൂപ കിട്ടുന്ന സ്ഥാനത്ത് നിന്ന് 6820 രൂപ കിട്ടുന്ന ലെവലിലേക്ക് ഇന്ന് നമ്മുടെ കമ്പനി 1800 രൂപ അധികം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് 20 ഫാമിലി ബോണസ് മേടിച്ചാലാണ് 1 ലക്ഷം രൂപ കിട്ടുന്നതെങ്കിൽ ഇന്ന് അത്രയും മേടിക്കണ്ട എന്നുള്ളതാണ്. ശരിയല്ലേ? 6820 രൂപ എന്ന് പറയുമ്പോൾ 10 ഫാമിലി ബോണസ് കഴിക്കുമ്പോൾ 68000 രൂപയായി.
ശരിയല്ലേ? ഒരു 15-16 ഫാമിലി ബോണസ് അച്ചീവ് ചെയ്താൽ നമുക്ക് 1 ലക്ഷം രൂപ വരുമാനം കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 ലക്ഷം രൂപ ഒരു മാസ വരുമാനം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ആ ഒരു വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന പല ആളുകൾക്കും ആ ഒരു വരുമാനം കിട്ടുന്ന ആളുകളുണ്ട്. ആ വരുമാനം കിട്ടിയിട്ടുള്ള ആളുകളോട് ചോദിക്കുക, അങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത എഫേർട്ട്, വലിയ കഷ്ടപ്പാടൊന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിരന്തരമായി ചെയ്തു എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നിരന്തരമായി ചെയ്തപ്പോൾ അവരും ആ വരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇത് എല്ലാം നമുക്കും സാധ്യമാകുമെന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചു മനുഷ്യൻ, ഞാൻ ബീഹാറിൽ, എന്റെ വൈഫ് ബീഹാറിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഒരു സ്ഥലത്ത് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ദി മൗണ്ടൻ മാൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന നാട്ടിൽ ചെല്ലാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹം ഒരു മല തുരന്ന കഥയാണ് കേട്ടത്. നിങ്ങൾ പലപ്പോഴും പല പുസ്തകങ്ങളിലൂടെ കേട്ടിട്ടുള്ള കാര്യം, ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അദ്ദേഹം ഒരു കുറിയ മനുഷ്യൻ, ഒരു 5 അടി ഉയരമുള്ള ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അസുഖം വന്ന സമയത്ത് അദ്ദേഹം ആ ഭാര്യയുമായിട്ട് ഒരു കിലോമീറ്ററുകൾ, ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ചുറ്റി, ഒരു മല ചുറ്റി വേണം അദ്ദേഹത്തിന് അടുത്ത ഗ്രാമത്തിലേക്ക് എത്താനായിട്ട്, ആ ഹോസ്പിറ്റലിലേക്ക് എത്താൻ. അദ്ദേഹം ആ ഭാര്യയുമായിട്ട് വണ്ടിയിൽ അവിടെ എത്തിച്ച സമയത്ത് ഭാര്യ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, എന്റെ നാട്ടിലേക്കുള്ള ആ പാത അവിടെ ഉണ്ടാവണമെന്ന്. ഒരുപാട് വർഷങ്ങൾ, ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം ചെറിയ ഉളിയും ചെറിയ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ആ മല തുരക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. 20 വർഷം സമയമെടുത്ത്, 20 വർഷക്കാലം സമയമെടുത്ത് വലിയ ഒരു മല തുരന്നിട്ട്, നിങ്ങൾ എന്നെങ്കിലും ബീഹാറിൽ പോയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. പലപ്പോഴും നമ്മൾ യൂട്യൂബിലടക്കം നമുക്ക് അതിന്റെ കാര്യങ്ങളെ കാണാം. ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ മനുഷ്യനെടുത്ത തീരുമാനമാണ് ആ മല തുരക്കുക എന്നുള്ളത്. ആ വർഷങ്ങളെടുത്തു അദ്ദേഹം ആ മല തുരന്നു. അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു വഴി ഉണ്ടാക്കി. പിന്നീട് അത് സർക്കാർ ഏറ്റെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം എടുത്ത ഇനിഷ്യേറ്റീവ് ആ മല തുരന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു പാത, കേവലം നിസ്സാര സമയം കൊണ്ട് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റുന്ന ആ ഒരു പാത അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതൊരു സാധാരണ മനുഷ്യൻ തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു കാര്യത്തെ കുറിച്ചാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പരമോന്നത ബഹുമതി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കൊടുത്തു എന്നുള്ളതാണ്. ആ പത്മഭൂഷൺ ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു മനുഷ്യന്റെ തീരുമാനമാണ്. നമുക്ക് നിലവിലുള്ള സാധ്യതകളെ കുറിച്ചും നിലവിലുള്ള അവസരങ്ങളെ കുറിച്ചും ഒക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പോരായ്മകളെ കുറിച്ച് ചിന്തിച്ചിരുന്നത് സമയം കളയാതെ നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. ഇറങ്ങി പുറപ്പെട്ട ആളുകളുണ്ട്. ഇപ്പൊ ഹംസ സാറ് ഹെൽമെറ്റ് വെച്ചിട്ടിരിക്കുന്ന ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഒരു ആക്ഷൻ പാർട്ട് ഉണ്ട് അല്ലെ? നമ്മുടെ ആക്ഷൻ പാർട്ട് കറക്റ്റ് ആയാൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. ഇതാരും കൊണ്ട് തന്നെയല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് വരെ ഞാൻ വൈറ്റോറിയം ബിസിനസ്സിൽ 100 കണക്കിന് സെയിൽസുകൾ എടുത്തിട്ടുണ്ട്. ഒരു സെയില് പോലും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇന്ന് 9,800 ഇന്ന് ആരുടെയെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട തങ്കമണി മാഡത്തിന്റെ വീട്ടിൽ ഒരാൾ കൊണ്ടുപോയിട്ട് ഒരു 10,700 കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ചോദിച്ച് മേടിച്ചായിരുന്നു. അങ്ങനെ അപൂർവ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടിട്ട് ചെന്ന് മേടിച്ചിട്ടുള്ള സെയിൽസുകളാണ്. അങ്ങനെ ഇറങ്ങി പുറപ്പെടാനായിട്ട് തയ്യാറായാൽ നിങ്ങൾക്കും ആ വരുമാനം കിട്ടും. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഇറങ്ങി പുറപ്പെടാനായിട്ട് ഈ ഒരു നിമിഷം തീരുമാനമെടുത്തിട്ട് ഇറങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സക്സസുകൾ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതൊരു മനുഷ്യർക്കും സാധിക്കും. കാരണം അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ നോ പെയിൻ നോ ഗെയിൻ അല്ലെ? ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ വേദനകളെ ആസ്വദിക്കാൻ തയ്യാറാകുക. നമ്മുടെ മഴയുണ്ടാവും, വെയിലുണ്ടാവും, പല പല പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്സസ് ആണ്. ആ സക്സസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാകുക. സക്സസിന് വേണ്ടി കഷ്ടപ്പെട്ടുള്ള എല്ലാവരും സക്സസ് ആയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കാം, ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കും. ചിലപ്പോ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഒരു സക്സസിലേക്ക് എത്തിയെന്നുമല്ല. പക്ഷെ സക്സസിന് സമയം ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ചെടുത്തേക്കാം. അത് എന്തായാലും നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതാണ് ലോകത്തിന്റെ നിയമം എന്നുള്ളത്, ഈ പ്രകൃതിയുടെ നിയമം എന്നുള്ളത്. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് 100% ഗ്യാരണ്ടിയാണ്. എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ള അവസരം അതാണ്.
നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും കഴിയുമെന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറുക. എനിവേ ഈ ഒരു സമയം വരെ, ഇത്രയും സമയം വരെ രാവിലെ കൃത്യം 6 മണിക്ക് 5:55 കയറിയ ആളുകളുണ്ട്. ഈ സമയം വരെ ഈ സൂം വിട്ടുപോവാതെ ഇതെല്ലാം കേൾക്കുകയും ഇതെല്ലാം മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്തിന് ബയോട്ടോറിയം ചെയ്യണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും ജീവിത അനുഭവങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ച് അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ആ നിങ്ങളുടെ തിരിച്ചറിവാണ് നിങ്ങളെ സക്സസിലേക്ക് നയിക്കുന്നത്. എന്റെ പ്രശ്നങ്ങളാണ് എന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്റെ പ്രോബ്ലംസ് ആണ്. എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലും തന്നിട്ടുണ്ട്. ഞാനിതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പല ആളുകളും ഇതിനെ കാണുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ആളുകൾക്ക് ഇതിന്റെ അകത്ത് സക്സസും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഉറപ്പിച്ച് വീണ്ടും പറയുന്നു, സക്സസിന് ചിലപ്പോൾ ഒരു പക്ഷെ കാലതാമസം എടുക്കാം, പക്ഷെ എത്തിച്ചേരുക തന്നെ ചെയ്യും. സക്സസിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തും. അങ്ങനെ വിജയിച്ച വ്യക്തികളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകളോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ള ശുഭ വിശ്വാസത്തോടു കൂടി ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എന്താണ് ഈ ബയോട്ടോറിയം എന്നുള്ളൊരു ടോപ്പിക്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല സാറ് പറഞ്ഞതല്ലേ. കൂടുതൽ പേരും ആ പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കും സാറ് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു എന്താ പറയാ വ്യത്യസ്തമായ രീതിയിലാണ് എന്താണ് ഈ ബയോട്ടോറിയം സാറ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ആദ്യാക്ഷരം എന്ന രീതിയിൽ തന്നെയാണ് സാറ് ബയോട്ടോറിയത്തിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചത്. അടുത്ത് ഇനി നമുക്ക് മനോജ് സാറില്ലേ നമസ്കാരം. മനോജ് സാർ, അപ്പൊ നമുക്ക് അടുത്തത് കൺക്ലൂഡിംഗ് സെക്ഷൻ ആണ്. നമുക്ക് മനോജ് സാർ എന്നും നമുക്ക് രാവിലെ മോട്ടിവേഷൻ തന്ന് നമ്മളെ ഫീൽഡിലേക്ക് പോവാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം സാർ. ഓക്കെ, താങ്ക് യു സരിത മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ അഭിലാഷ് സാറാണ് നമ്മളോട് സംവദിച്ചത്. സബ്ജക്ട് വൈ ഇ ബയോട്ടോറിയം എന്നാണ്. എന്തിനാണ് നമ്മൾ ഇ ബയോട്ടോറിയം ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ വിശദമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് 1 by 1 ആയിട്ട് ഓരോ പോയിന്റുകൾ സംസാരിച്ചിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഇ ബയോട്ടോറിയത്തിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും 1 to 1 സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. വലിയ അവസരം നമ്മൾക്കുണ്ടെങ്കിൽ ആ അവസരത്തെ എത്തിപ്പിടിക്കാൻ നമ്മുടേതായ ചില ഡ്യൂട്ടീസ് ഉണ്ട്. അവസരങ്ങൾ കിട്ടും എപ്പോഴും, പക്ഷെ അവസരങ്ങളെ ആരാണോ ഉപയോഗിക്കുന്നത് അവരാണ് അച്ചീവേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. എല്ലാവർക്കും അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ട് 3 വർഷമായിട്ട് അവസരം കിട്ടിയ ആളുകളുണ്ട്. എൻ്റെ കൂടെ തന്നെ അവസരം കിട്ടിയ ആളുകളുണ്ട്. നിങ്ങളുടെ കൂടെ അവസരം കിട്ടിയ ആളുകളുണ്ടാവും. പക്ഷെ ആരാണോ ആ അവസരങ്ങളെ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നത് അവരാണ് സക്സസ് ആയിട്ട് മാറുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് സക്സസ് ആയിട്ട് എല്ലാവർക്കും മാറാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന്, പ്രത്യേകിച്ച് ഈ ബയോട്ടോറിയം. കാരണം ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം അല്ലേ. ഒരു 100 രൂപയുടെ ബിസിനസ് നമ്മുടെ ടീമിൽ എവിടെയെങ്കിലും നടന്നാൽ മതി. ജീനിയസിലും വിന്നറിലും 100 രൂപയുടെ ബിസിനസ് നമ്മൾ കൊണ്ടുവരണ്ട, നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരണ്ട. ടീമിൽ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ 6820 രൂപ ഒരു കട്ട് ഓഫ് കിട്ടും. 2 കട്ട് ഓഫ് ചെയ്യാൻ പറ്റിയ അത്രയായി അല്ലേ. ഏകദേശം 14,000 രൂപയായി ഒരു ദിവസത്തെ വരുമാനം. ഇൻറ്റു 30 അല്ലേ, എത്രയായി? 14 ഇൻറ്റു 30 കൂട്ടി നോക്കിയേ, 4,20,000 രൂപയായി. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി ഇതിന്റെ പകുതിയെ ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം ഒരു 100 രൂപ മാത്രമേ നമ്മുടെ ടീമിൽ മാച്ച് ആവുന്നുള്ളൂ. ടീം ബിസിനസ് ആണിത്. ഡയറക്ട് സെല്ലിങ് വിജയിക്കണമെങ്കിൽ ടീം ഉണ്ടാകണം. ടീമിനെ വളർത്തുക, ടീമിന് നോളജ് കൊടുക്കുക, ടീമിന്റെ കൂടെ നിൽക്കുക, ടീമിനെ ചേർത്ത് പിടിക്കുക. അപ്പൊ ടീം ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ ഇന്നത്തേക്ക് വരും സ്വാഭാവികമായിട്ടും. തുടക്കത്തിൽ വരില്ല. തുടക്കത്തിൽ ഞാൻ എപ്പോഴും പറയും പോലെ ഇതൊരു നാളികേരം പോലെയാണ്. പുറത്ത് കുറെ ചകിരി ഉണ്ടാവും, അതിനകത്തുള്ള കാമ്പും മധുരമുള്ള ഇളനീറും കുടിക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്, ഇച്ചിരി ക്ഷമ വേണം, അത്രേ ഉള്ളൂ.
അപ്പൊ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ സക്സസ് ആവാൻ വേണ്ടി പോകുന്ന, പ്രത്യേകിച്ച് ബയോട്ടോറിയത്തിനെ പോലെ ഇത്രയും നല്ലൊരു സൂപ്പർ വേൾഡ് ക്ലാസ് ഇൻകം പ്ലാൻ ഒരു കമ്പനി ഇന്ന് ലോകത്തില്ല, ഇന്ത്യയിലില്ല. ഒരു സംശയം ഉണ്ടാക്കാൻ. അതല്ലേ ഇതിന്റെ പ്രത്യേകത. ബയോട്ടോറിയം വിട്ടുപോയ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ബയോട്ടോറിയത്തിലാണ്. ചില ആളുകൾ ചില കാരണങ്ങൾ കൊണ്ട് ബയോട്ടോറിയം വിട്ടുപോയിട്ടുണ്ടാവും. ഈഗോ ഇല്ലേ? ഈഗോ ആണ് നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നത്. ഞാനെന്തോ വലിയ സംഭവമാണ്, ബാക്കിയുള്ളവരൊന്നും കൊള്ളൂല കേട്ടാ. അങ്ങനെ വന്നത് തീർന്നു, കേട്ടില്ലേ? ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അറിഞ്ഞോ അറിയാതെ പോയ ആളുകളുടെ മനസ്സും ശ്രദ്ധയും കണ്ണും ഒക്കെ ബയോട്ടോറിയത്തിലാണ്. കാരണം ബയോട്ടോറിയത്തിന്റെ ഈ എന്താ പറയുക, നമ്മുടെ ഫാമിലി ബോണസിന്റെ സുഖം അനുഭവിച്ചവരുണ്ടല്ലോ, അവർക്ക് എവിടെ പോയാലും ഇത്രയും കാശ് കിട്ടില്ല, ഉറപ്പാ. അതുകൊണ്ട് വേൾഡ് ക്ലാസ് ഇൻകം പ്ലാനുമായിട്ട് മിറാക്കിൾ പ്രൊഡക്റ്റുമായിട്ട് ഇന്ന് കുതിച്ചുയരുന്ന അല്ലേ ഒരു മഹാപ്രസ്ഥാനമായിട്ട് ബയോട്ടോറിയം മാറി. നമുക്ക് അഭിമാനിക്കാം എന്റെ പൊന്നു സുഹൃത്തുക്കളോരോരുത്തർക്കും. ഇത് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ചില ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ, നമ്മൾ ചെയ്യേണ്ടതായ ജോലികളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങളൊരു ജോലിയാണെങ്കിൽ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ 9 മണിക്ക് ഇറങ്ങണം. ചിലപ്പോൾ 5 മണിക്ക് ഇറങ്ങേണ്ട ആളുകൾ 6 മണിക്ക് ഇറങ്ങേണ്ട ആളുകളുണ്ടാവും. 5 മണി വരെ ജോലി ചെയ്യേണ്ടി വരും അല്ലേ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരണം. അതൊരു ഡ്യൂട്ടിയാണ് നമ്മുടെ. അതേപോലെ കൃത്യമായിട്ട് നിങ്ങളൊരു ഡ്യൂട്ടി എന്നുള്ള നിലയിൽ ഇതിനെ ഏറ്റെടുക്കണം. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സമയത്തിന്റെ ഭൂരിഭാഗവും നമുക്ക് ബയോട്ടോറിയത്തിന് ചെലവഴിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടേതായ ചില ഡ്യൂട്ടീസ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് ഇതിനകത്ത് ഫാസ്റ്റ് ആയിട്ട് അച്ചീവർ ആകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരു കാര്യം, ബ്രെയിൻ ഒരു കാര്യം കൊടുക്കുക, എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ള ആത്മാർത്ഥത്തോടുകൂടി നമ്മൾ കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുക. ഭൂരിഭാഗം സമയവും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ നോട്ടത്തിലും നിങ്ങളുടെ മനോഭാവത്തിലും ഒക്കെ ഈ ബയോട്ടോറിയം എന്നുള്ള ചിന്തയോടുകൂടിയിട്ട് എനിക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവല് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. അത് കൊടുത്തുകൊണ്ട് വീട്ടിലിരുന്നാൽ പോരാ, ഇറങ്ങണം, ഫീൽഡിലേക്ക് ഇറങ്ങണം, ആളുകളെ കാണണം, ടീം ബിൽഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, മാനേജ്മെന്റ് നമുക്ക് അറിയണം അല്ലേ, ഡ്യൂപ്ലിക്കേഷൻ അറിയണം, മനസ്സിലായ? അപ്പൊ അതിനൊക്കെ കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് മതി. ഇത് 2, 3, 4, 5 വർഷം ചെയ്താൽ മതി. അല്ലാണ്ട് ഒരു ജോലി കിട്ടി 25-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി 60 വയസ്സോ 30 വർഷമൊന്നും ഇതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ശരിക്കും ഉല്ലസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന വേൾഡിലെ ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും നമ്മളൊരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എത്തും. നമ്മൾ അറിയാതെ റെഗുലറായിട്ട് ദിവസവും നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും നമ്മള്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തുടക്കത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ് പരാജയപ്പെടാനുള്ള കാരണം. ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനും ഉണ്ടാവും. ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ വീണിട്ടില്ലേ, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ വീണിട്ടില്ലേ ഇല്ലേ, സൈക്കിൾ കൊണ്ട് ഇടിച്ചിട്ടില്ലേ, എന്നിട്ട് ആരെങ്കിലും സൈക്കിൾ ഓടിക്കാതിരുന്നിട്ടുണ്ടോ? നീന്തൽ പഠിക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടില്ലേ, നീന്താതിരുന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഉദ്ദേശിച്ച രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു നിരാശ ഉണ്ടാവും. അത് പാടില്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിൽ വലിയൊരു കോൺഫിഡൻസിനാണ്, അതിനാണ് നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമിനും ഇതുപോലുള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് ചെറിയ ചെറിയ ഗോളുകൾ ആദ്യം സെറ്റ് ചെയ്യാന്നാണ്, വലിയ ഗോളുകൾ ആദ്യം സെറ്റ് ചെയ്യാതെ ചെറിയ ചെറിയ ഗോളുകൾ, തുടക്കക്കാർ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഒരു ഫാമിലി ബോണസ് സെറ്റ് ചെയ്യാം, പിന്നെ അതിൽ നിന്ന് നമുക്ക് കോൺഫിഡൻസ് 2 ഫാമിലി ബോണസ് സെറ്റ് ചെയ്യാം, പിന്നെ ഒരു മാസത്തിൽ 4 ഫാമിലി ബോണസ് സെറ്റ് ചെയ്യുക. അങ്ങനെ മെല്ലെ 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 അല്ലെ, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ ചെറിയ ചെറിയ ഗോളുകൾ നിങ്ങളുടെ ടീമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം റീപർച്ചേസ് സ്റ്റാർട്ട് ചെയ്തതോട് വേറെ ലെവലിലാണ്. ഇന്നും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റീപർച്ചേസ് പ്ലാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ പോലും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഉണരുക എന്ന് മാത്രമാണ് എനിക്ക് ഈ സുപ്രഭാതത്തിൽ പറയാൻ. സമയത്തിന് വൈകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇനിയെങ്കിലും ഉണരുക എന്നുള്ളതാണ്. നല്ലൊരു ടീം വന്നു കഴിഞ്ഞാൽ റീപർച്ചേസിൽ എത്രയോ പ്രൊഡക്റ്റുകൾ ഇനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. സാറ് തായ്ലൻഡിലാണ് ഇപ്പോൾ 300ഓളം പേര് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യുന്നു. ഒരു കമ്പനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ പ്ലാൻ കൊടുത്തിരിക്കുന്നത്. എപ്പോഴാണോ 3 ലക്ഷം രൂപ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു വിദേശ ടൂറ് തായ്ലൻഡിലേക്ക് 5 ദിവസത്തെ ട്രിപ്പാണത്. 10ന്റെ പൈസ മുടക്കണ്ട, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള എയർപോർട്ടിലേക്ക് എത്തിയാൽ മതി. ഏത് കമ്പനി കൊടുക്കും? എല്ലാ കമ്പനികളും ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ ടൈം ലിമിറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ലിമിറ്റും ഇല്ലാതെ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട.
ഒരു സംശയം വേണ്ട. അതിന് മാസത്തിൽ നമ്മൾ ഒരു 1600 1200 എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസിലൂടെ വാങ്ങിയാൽ മതി. ഇത്രേ ഉള്ളൂ കണ്ടീഷൻ. എല്ലാ കമ്പനികളിലും നമ്മുടെ റാങ്ക് അനുസരിച്ച് റീപർച്ചേസ് എമൗണ്ട് കൂടുമായിരുന്നു. പല കമ്പനികളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ റാങ്ക് അനുസരിച്ച് റീപർച്ചേസിന്റെ വോളിയം കൂട്ടണം, എമൗണ്ട് കൂട്ടണം പർച്ചേസ് ചെയ്യാൻ. ഇവിടെ ബോട്ടം ലെവലിൽ മുതൽ ടോപ്പ് വരെയുള്ള എല്ലാ ലീഡേഴ്സിനും എല്ലാ റാങ്കിലുള്ള ആളുകൾക്കും സെയിം റീപർച്ചേസ് ആണ്. ഇങ്ങനെ എത്ര മനോഹാരിതകൾ ഉണ്ടെന്നറിയോ, ബ്യൂട്ടി ഉണ്ടെന്നറിയോ ഈ വേട്ടത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും നമ്മൾ ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ഒരു സംശയം വേണ്ട. ഈ സുപ്രഭാതത്തിൽ ഈ സൂമിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നുള്ളതിന് തുല്യം തന്നെയാണ്. അതൊന്നും കൂടെ മിനുക്കിയെടുത്താൽ മാത്രം മതി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതാണ് ഇവിടെ അഭിലാഷ് സാറ് വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചത്. എന്തായാലും അദ്ദേഹം 24 hours ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ലീഡറാണ്. ഇപ്പൊ എന്തായാലും 40 ലക്ഷത്തോളം എത്തി. വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ എന്തായാലും 2026 കോടീശ്വര പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ ഒരു ദിവസം കുറിച്ചിടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വിജയത്തിന്റെ ഒരു ദിവസം, നിങ്ങളൊരു കോടീശ്വരനുമാകുന്ന ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. പുഷ് യുവർ സെൽഫ്. നിങ്ങളെ ആരും നിർബന്ധിച്ചിറക്കില്ല, മനസ്സിലായി? പുഷ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ഇറങ്ങണം. പുഷ് യുവർ സെൽഫ്, സ്റ്റാർട്ട് യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തം സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരാളും വരില്ല കേട്ടാ, അല്ലേ? നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. പുഷ് യുവർ സെൽഫ്, സ്റ്റാർട്ട് യുവർ സെൽഫ്. ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആകുക. എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നാളെ പാലക്കാട് BOP ആണ്. ആ പ്രദേശത്തിലെ എല്ലാ ലീഡേഴ്സും അവിടെ എത്തണം. എല്ലാ കോർ ലീഡേഴ്സും പരമാവധി പ്രോഗ്രാം സെന്ററിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പുതിയ ആളുകളെ അവിടെ കൊണ്ടുവരിക. പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അത് ഈ മാസം നമ്മൾ മാക്സിമം ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു മാസമാക്കി മാറ്റിയിട്ടുണ്ട്. പുതിയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് മന്താണ് നമ്മൾ ഈ സെപ്റ്റംബർ വെച്ചിരിക്കുന്നത്. പ്രോഗ്രാം സെന്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരാളെങ്കിലും ഗസ്റ്റ് ആയിട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ നിങ്ങളുടെ ടീമിന്റെ ഗ്രോത്ത് വലുതായിരിക്കും. ഒരു ദിവസം 1% മാറാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. 1%, ഒറ്റൊരു ശതമാനം, ഒരു ദിവസം കൊണ്ട് 100% ഒന്നും മാറണ്ട. 1% മാറാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു മാസം കഴിയുമ്പോൾ അത് 30% മാറും. 100 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ചേഞ്ച് 100% ആയി മാറുന്നുള്ളതാണ്. ചെറിയ നമ്മൾ ചെയ്യുന്ന ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നുള്ളത്. ഓരോ ദിവസം ചെറിയ സ്റ്റെപ്പുകൾ. അതുകൊണ്ട് നാളത്തെ പ്രോഗ്രാമിൽ സജീവമാകണം. പുതിയ ഗസ്റ്റുകളുമായിട്ട് ഹാള് നിറയുന്ന രീതിയിലേക്ക് ഓരോ ലീഡേഴ്സും അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇന്ന് പേഴ്സിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇവേട്ടോ.